ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം. ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 2 കൊരിന്തോസ് 5:17 ഇപ്രകാരം പറയുന്നു: ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, ഇതാ പഴയത് കടന്നുപോയി, പുതിയത് വന്നു കഴിഞ്ഞു. ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകളോടെ നേഴ്സസ് ടൈമിലേക്ക് എല്ലാ ശാലോം പ്രേക്ഷകരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നേഴ്സസ് ടൈമിനും നേഴ്സസ് മിനിസ്ട്രിക്കും ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ: ലോകമെമ്പാടുമുള്ള നേഴ്സുമാരിലേക്ക് യേശുവിൻ്റെ സ്നേഹം ഒഴുകിയിറങ്ങണം. അവരിലൂടെ ഈ ലോകം മുഴുവനിലും കർത്താവിൻ്റെ സ്നേഹം കൊണ്ട് നിറയണം. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത് പോലെ ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കുഞ്ഞുമക്കളെ, ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നതുവരെ ഞാനും നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു. ഈ ഒരു പ്രാർത്ഥനയോടെ നേഴ്സസ് ടൈം നമുക്ക് ആരംഭിക്കാം. നമുക്ക് പുതുവത്സരാശംസകൾ നേരുവാനായി അഭിമന്യ പിതാവും ബഹുമാനപ്പെട്ട വൈദികരും നമ്മോടൊപ്പമുണ്ട്. നമുക്കവരെ ശ്രവിക്കാം. Dear nurses around the world, Happy New Year. And as you know, in the Catholic Church, it is a particular year, a year of mercy. And that is my wish to you and to all those you are taking care of, that you may experience mercy and give mercy. Then you are living what Jesus is asking us also in the Beatitudes. Blessed are the merciful, they will deserve mercy. May you live this year in the joy of the Lord, and remember, He is merciful. Be merciful you too. Happy New Year. അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. എന്നെ ശ്രവിക്കുന്ന ലോകമെമ്പാടുമുള്ള നേഴ്സുമാർക്കും ഷാലോം പ്രേക്ഷകരായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും ഈ പുതിയ വർഷത്തിൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. ഈശോയിൽ സ്നേഹം നിറഞ്ഞ നേഴ്സസ് സഹോദരി സഹോദരന്മാർ, വർഷാവസാനം, വർഷാരംഭം. 2015 കടന്നു പോവുകയാണ്. 2016 ഏറ്റവും സ്നേഹത്തോടെ വരവേൽക്കാനായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്. വർഷാവസാന ശുശ്രൂഷയുടെ ഭാഗമാണ് പഴയ മനുഷ്യൻ്റെ കോലം കത്തിച്ച് പുതിയ മനുഷ്യനെ വരവേൽക്കുന്ന ഒരു അനുഷ്ഠാന കർമ്മം. അതുപോലെ നമ്മുടെ ഹൃദയത്തിലുള്ള കാഠിന്യമുള്ള മനുഷ്യൻ അത് കത്തിപ്പോയി, അശുദ്ധിയുടെ മനുഷ്യൻ കത്തിപ്പോയി, വിശുദ്ധിയുടെ ഒരു പുതിയ മനുഷ്യൻ രൂപാന്തരപ്പെടണം, കരുണയുടെ മുഖമുള്ള പുതിയ മനുഷ്യൻ രൂപാന്തരപ്പെടണം എന്നുള്ളതാണ്. അല്ല, പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി നിങ്ങൾ രൂപാന്തരപ്പെടണം. 2016 കരുണയുടെ വർഷത്തിലാണ് നമ്മൾ. 2016 കരുണയുടെ മുഖം പ്രകാശിതമാകുന്ന ഒരു വർഷമാകട്ടെ, വിശുദ്ധിയുടെ വാതിലുകൾ തുറക്കുന്ന വർഷമാകട്ടെ. 2016 എല്ലാ മംഗളങ്ങളും സ്നേഹപൂർവ്വം നേഴ്സ സഹോദരങ്ങൾക്ക് ആശംസിക്കുന്നു. സ്വർഗീയ വർഷമായിട്ട് ഇത് രൂപാന്തരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മെ ഏറ്റവും അധികം സ്നേഹിക്കുകയും നമുക്കാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ തരികയും ചെയ്യുന്ന അഭിമന്യ പിതാവിനെയും ബഹുമാനപ്പെട്ട വൈദികരെയും ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. നേഴ്സസ് ടൈമിൽ ഇന്നോളം നാം ധാരാളം കുടുംബങ്ങളെയും അവരുടെ ജീവിതത്തിൽ ഈശോ അത്ഭുതകരമായി ഇടപെട്ട ധാരാളം അനുഭവ സാക്ഷ്യങ്ങളും ശ്രവിച്ചിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായി ഈശോയെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് പുതിയ സൃഷ്ടികളായി തീർന്ന ഒരു കുടുംബത്തെ നമുക്കിപ്പോൾ പരിചയപ്പെടാം. പ്രൈസ് ദ ലോർഡ്. യോഹന്നാൻ 12:32 ഇപ്രകാരം പറയുന്നു: ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. ഇപ്രകാരം യേശുവിലേക്ക് ആകർഷിക്കപ്പെട്ട ഒരു കുടുംബത്തെ നമുക്കിന്നിവിടെ പരിചയപ്പെടാം. എൻ്റെ പേര് സ്നേഹ ഡാനിയൽ. 20 വർഷത്തോളമായിട്ട് റാസൽ കൈമയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. ഇതെൻ്റെ ജീവിത പങ്കാളി. ഞാൻ ഡാനിയൽ വൈദ്യനാഥൻ.
17 വർഷമായി റാസൽ കെയ്മയിൽ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ എഞ്ചിനീയറായിട്ടും ബിസിനസ്സും നടത്തി വരുന്നു. ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി തീഷ്ണതയോടുകൂടി ഓടി നടക്കുന്ന സ്നേഹയെയും ഡാനിയൽ ബ്രദറിനെയും വളരെ നാളുകളായി എനിക്കറിയാം. നിങ്ങളുടെ ആ ദൈവാനുഭവം ഞങ്ങളുമായി ഒന്ന് പങ്കുവയ്ക്കാവോ? വളരെ വ്യത്യസ്തമായൊരു സാഹചര്യത്തിൽ നിന്നാണ് കർത്താവ് എന്നെ തിരഞ്ഞെടുത്തത്. ഇവിടെ വന്നതിന് ശേഷം എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു കൂട്ടുകാരിയിൽ നിന്നും വചനോത്സവ മാസികകൾ എനിക്ക് വായിക്കാൻ കിട്ടിയിരുന്നു. അതിൽ ഓരോരോ പേജുകളിലും ഈശോയുടെ സൗഖ്യവും മറ്റുള്ളൊരു അനുഭവ സാക്ഷ്യങ്ങളും വായിച്ചപ്പോൾ ഈ ഈശോയെ അറിയുവാൻ ഞാൻ വളരെയധികം ആഗ്രഹിച്ചു. ഈശോയെ കണ്ടെത്തുവാൻ, ഈശോയെ അറിയുവാൻ ഒരു സത്യാന്വേഷണം തന്നെ ഞാൻ നടത്തുകയായിരുന്നു. ആ ഇടയ്ക്ക് ബ്രദർ അരവിന്ദാക്ഷ മേനൻ്റെ ഒരു കാസറ്റ് എനിക്ക് കേൾക്കാനിടയായി. അതിലുള്ള അനുഭവ സാക്ഷ്യങ്ങളും അതിൽ പറഞ്ഞിട്ടുള്ള 2 വചനങ്ങൾ എന്നെ വല്ലാതെ സ്പർശിച്ചു. അപ്പോസ്തല പ്രവർത്തനം 4:12 ഇങ്ങനെ പറയുന്നു: ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അപ്പോസ്തല പ്രവർത്തനത്തിൽ തന്നെ 16:31 ഇപ്രകാരം പറയുന്നു: കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ 2 വചനങ്ങൾ എന്നെ ആഴമായി വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ നയിച്ചതായിരുന്നു. ഈ എൻ്റെ അനുഭവങ്ങളെല്ലാം എൻ്റെ ഒരു കൂട്ടുകാരി ഫിലിപ്പിനോട് ഞാൻ ഷെയർ ചെയ്തപ്പോൾ അവൾ എന്നെ ഇംഗ്ലീഷ് മാസിന് കൂട്ടിക്കൊണ്ടുപോകാനിടയായി. വളരെ താല്പര്യം തോന്നി കുർബാന കണ്ടുകൊണ്ടിരിക്കുമ്പോഴെല്ലാം. പക്ഷേ എനിക്ക് യാതൊന്നും അതിനെപ്പറ്റി അറിയില്ലായിരുന്നു. ഇപ്പോൾ ഓരോ ആഴ്ചകളും ഇവളിങ്ങനെ കൊണ്ടുപോകും. ഞാനും ഈശോയും ഈ സമയങ്ങളിലെല്ലാം വളരെ അടുത്ത് വ്യക്തിപരമായിട്ട് യേശുവിനെ തൊട്ടറിഞ്ഞ അനുഭവങ്ങളായിരുന്നു, ദിവസങ്ങളായിരുന്നു അതെല്ലാം. കുർബാനയ്ക്ക് കൊണ്ടുപോയി കുർബാന നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് എന്നെ മാറ്റി നിർത്തി കുർബാന സ്വീകരണം മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാകുമ്പോൾ എനിക്കത് വളരെ വിഷമം തോന്നി. ഞാൻ ഈശോയോട് തന്നെ റൂമിൽ വന്ന് പറയുകയായി, ഈശോ എന്നെ എന്തിനാണ് മാറ്റി നിർത്തിയത്, എനിക്ക് വളരെ ഇഷ്ടമാണെന്ന് അറിയില്ലേ എന്ന്. അന്ന് അച്ഛൻ കുർബാന ഉയർത്തി പ്രകാരം യോഹന്നാൻ 6:56-57 വചനങ്ങൾ ഇങ്ങനെ പറയുണ്ടായിരുന്നു: സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാകുന്നു, ഇത് സ്വീകരിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. ഈ വചനം കേട്ടിട്ട് ഞാൻ വീണ്ടും മാറിയിരിക്കുമായിരുന്നു. കാരണം ഈ അച്ഛൻ എന്നെ കാണണ്ട, ഞാനൊരു കുർബാന സ്വീകരിക്കാത്ത വ്യക്തിയാണെന്ന് അറിയണ്ട എന്നുള്ള രീതിയിൽ. പക്ഷെ ഇങ്ങനെ ഒളിഞ്ഞു വന്നപ്പോഴും അച്ഛനും ആ കുർബാനയും എന്നെ തന്നെ ഫേസ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോ, ഈ കുർബാന സ്വീകരിച്ചു വരുന്ന എൻ്റെ ഈ കൂട്ടുകാരിയുടെ കയ്യിൽ തൊടുമ്പോൾ എനിക്ക് ഈശോയെ ലഭിക്കുമല്ലോ. ഞാൻ അങ്ങനെ ഈശോയോട് പറഞ്ഞിട്ട് ഈ കൂട്ടുകാരി കുർബാന സ്വീകരിച്ച് വന്നപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, എനിക്ക് നിൻ്റെ കൈയൊന്ന് പിടിക്കാൻ തരാൻ പറഞ്ഞു. ഞാൻ കയ്യിലൊന്ന് തൊട്ടപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്നൊരനുഭവം ഞങ്ങൾക്കുണ്ടായി. ഞങ്ങൾ 2 പേരും വിതുമ്പി കരയുമായിരുന്നു. അപ്പോൾ അവൾ ചോദിച്ചു, എന്താണ് സ്നേഹ പറ്റിയതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, ഞാൻ ഈശോയോട് ഇങ്ങനെ ചോദിച്ചിരുന്നു എന്ന്. അന്ന് തന്നെ ഞാൻ റൂമിൽ ചെന്ന് ഈശോയോട് ഒരുപാട് നന്ദി പറയും. അതിന് മാത്രമല്ല, ഈശോയോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഈശോയെ കാണണം, ഈശോയുടെ സ്വരം കേൾക്കണം എന്നുള്ളൊരു വാശിയായി എനിക്ക് ഈശോയോട് സംസാരിക്കാൻ തുടങ്ങി. ഒരു ദിവസം ഒരു ലൈറ്റിൻ്റെ രൂപത്തിൽ ഈശോ എനിക്ക് വെളിപ്പെടുത്തി തന്നു. വേറൊരു ദിവസം ബൈബിളിൽ ഒരു നല്ലൊരു ഉറക്കത്തിൽ ബൈബിളിൽ നിന്നെന്തൊരു ശബ്ദം ഞാൻ കേൾക്കാനിടയായി. ഞാൻ ഈശോയോട് ബൈബിളിൽ തൊട്ടിട്ട് പറഞ്ഞു, ഈശോ എന്താ ഈ സൗണ്ട്, എനിക്ക് പേടിയാവണമെന്ന് പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു, നീ എൻ്റെ നാമം ഉച്ചത്തിൽ വിളിക്ക്, ഉച്ചത്തിൽ വിളിക്ക്, ഉച്ചത്തിൽ വിളിക്കെന്ന്. ആ സമയത്ത് ബ്രദർ അരവിന്ദാക്ഷ മേനൻ്റെ കാസറ്റിൽ നിന്ന് കേട്ട 4 വരി പാട്ട് എൻ്റെ മനസ്സിലിങ്ങനെ പാടാൻ തുടങ്ങി. ഇതായിരുന്നു: ശ്രീയേശുനാമം അതിശയനാമം, ഏഴയെനിക്കിമ്പനാമം, എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തർജനം വാഴ്ത്തും നാമം. ഈ പാട്ട് ഞാനിങ്ങനെ പാടിക്കൊണ്ടേയിരിക്കുമ്പോൾ കർത്താവ് എനിക്കതിൻ്റെ ആഴം മനസ്സിലാക്കി തരുമായിരുന്നു. അത് അളക്കാനാവില്ല. 7 സമുദ്രങ്ങളെക്കാളും ആഴമുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ പാട്ട് ഞാൻ എപ്പോഴും ഓർത്ത് പാടാറുണ്ട്. അങ്ങനെ എനിക്ക് ഈശോയുടെ സ്വരം കേൾക്കുവാനും ഈശോയെ കാണുവാനും ഈശോയെ സ്വരം കേൾക്കുവാനും എനിക്കിടയായി. ഇങ്ങനെ ഞാനും ഈശോയും തമ്മിലുള്ള ബന്ധം വളർന്നുകൊണ്ടേയിരുന്നു. ജോലി കഴിഞ്ഞ് വരുമ്പോഴാണെങ്കിലും റൂമിലേക്ക് ഓടി വന്ന് ഞാൻ പറയും, ഈശോ എൻ്റെ ഈശോ ഞാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പാട്ട് പാടാനും ഈശോയോട് സംസാരിക്കാനും വളരെ ഒരു ദാഹമായിരുന്നു എനിക്ക്. ബൈബിൾ എന്നോട് സംസാരിക്കുന്ന ഒരു സമയങ്ങളായിരുന്നു അത്.
യേശയ്യ 14:27 ഈശോ എന്നോട് സംസാരിച്ചു. സൈന്യങ്ങളുടെ കർത്താവാണ് ഇത് നിശ്ചയിച്ചിരിക്കുന്നത്. ആർക്കിതിനെ ദുർബലമാക്കാൻ കഴിയും? അവിടുന്ന് കരം നീട്ടിയിരിക്കുന്നു, അത് മടക്കുന്നവനാര്? ഈ ഒരു വചനം എന്നെ ഒന്നും കൂടെ ബലപ്പെടുത്തുന്നൊരു വചനമായിരുന്നു. കുർബാനയ്ക്ക് പോകുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഫിലിപ്പിനോ ഫ്രണ്ട് ഈശോയെ അനുഭവിച്ചു എന്ന് പറഞ്ഞ അതേ ഫ്രണ്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവളെന്നെ ഇങ്ങനെ ചേർത്തി പിടിച്ചിട്ടുണ്ടായിരുന്നു. കുർബാന എടുക്കാൻ വേണ്ടി അച്ഛൻ ഉയർത്തിയപ്പോൾ ഞാനിങ്ങനെ ഒരു നിമിഷം പകച്ചു നിന്നു. കാരണം അതെന്താണെന്ന് എനിക്ക് മനസ്സിലായി. യേശുവിൻ്റെ ശരീരമാണത്. ഞാനതെങ്ങനെ അത് ഉൾക്കൊള്ളും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. എങ്കിലും എന്നാലും അത് അടങ്ങാത്ത സ്നേഹവും ഞാൻ മുന്നോട്ട് ചെന്നു. ഈശോ അച്ഛൻ നീട്ടിയപ്പോൾ ഞാൻ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചപ്പോൾ തീ കട്ട നാവിൽ വെച്ചൊരനുഭവമായിരുന്നു എനിക്കുണ്ടായത്. എൻ്റെ മേലാസകലം അതൊരു ചുട്ടുപഴുക്കുന്നൊരു അനുഭവമായിരുന്നു. കണ്ണുനീര് എനിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ കൂട്ടുകാരിയും എന്നെ അങ്ങ് ചേർത്ത് പിടിക്കുമായിരുന്നു. അതാണ് എൻ്റെ കുർബാനയിലുള്ള ഒരു അനുഭവം. ഇങ്ങനെ ഞാൻ യേശുവിനെ നാഥനും രക്ഷകനുമായി സ്വീകരിച്ച് ജീവിതം തുടങ്ങി. ഇതുപോലെയുള്ളൊരു ജീവിതാനുഭവത്തിലൂടെ വന്ന ആളാണോ ഡാനിയൽ ബ്രദറും? അങ്ങനെയാണെങ്കിൽ അത് ഞങ്ങളോടൊന്ന് പങ്കുവയ്ക്കാവോ? സ്നേഹ പങ്കുവച്ചതുപോലെ ഒരു വ്യത്യസ്തമായ ജീവിത സാഹചര്യത്തിൽ നിന്നാണ് ഞാൻ വന്നത്. 1994 മാർച്ച് മാസം ദിവ്യൻ ധ്യാന മന്ദിരത്തിൽ ചാലക്കുടി വരാൻ എനിക്ക് ചാൻസ് കിട്ടി. അതൊരു കൂട്ടുകാരൻ അന്വേഷിച്ചിട്ടാണ് അവിടെ വരാൻ പറ്റിയത്. അവിടെ വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കി അവിടെ ഒരുപാട് ആളുകൾ കൂടിയിരുന്നിട്ട് നിലവിളിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു കേരളത്തിൽ ഇൻക്വിലാബ് സിന്ദാബ എന്ന സമരം നടക്കുകയാണല്ലോ, അപ്പോൾ അതുപോലെ എന്തെങ്കിലും കമ്പനി സമരമായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. ക്ഷമിക്കണം, മലയാളത്തിൽ എനിക്ക് അത്ര സ്ഫുടതയില്ലെങ്കിലും ദൈവം തന്ന ഒരു അവസരത്തിൽ ഞാൻ സംസാരിക്കുകയാണ്. തീർച്ചയായിട്ടും അവിടെ ഞാൻ മനസ്സിലാക്കിയത്, എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ അളന്നത്, ഒരുപാട് കാശുണ്ടാക്കാൻ വേണ്ടി ഇവിടെ കൂടുതൽ ആൾക്കാർ ചേർന്നിരിക്കുകയാണ്. പെട്ടെന്നാണ് ഞാൻ എൻ്റെ അവസാനത്തെ ബെഞ്ചിൽ ഒരമ്മച്ചി എന്നെ പിടിച്ചിരുത്തിയിട്ട് പോകുന്നത്. ഞാൻ അവിടെ കാണുന്നത് എല്ലാവരും അവിടെ ഇരുന്ന് കണ്ണടച്ച് കൈപൊക്കി എന്തൊക്കെയോ ചെയ്യുന്നതാണ് ഞാൻ കാണുന്നത്. ഞാൻ വിചാരിച്ചു ഇതൊരു എക്സസൈസ് ആയിരിക്കും. അപ്പോഴാണ് ഫാദർ അഗസ്റ്റിൻ വെല്ലുരാൻ കടന്നു വന്ന് കുറച്ച് ഇംഗ്ലീഷിലും മലയാളത്തിലും ചേർന്ന് അവിടെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അത് എൻ്റെ ചെവിയിൽ കൂടെ കടന്നു വന്നത് ഒരു കാര്യം എനിക്ക് അറ്റൻഷനായത്, നിങ്ങൾക്ക് ഹോളി സ്പിരിറ്റിനെ അനുഭവിക്കണമെങ്കിൽ നിങ്ങളുടെയിലുള്ള എല്ലാം നിങ്ങൾ സമർപ്പണം ചെയ്യണം, സറണ്ടർ ചെയ്യണം എന്നാണ്. ഈ സറണ്ടർ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണ് ഈ സറണ്ടർ ചെയ്യാനുള്ളത്. അപ്പോഴാണ് മനസ്സിലായത് ഒരു ബക്കറ്റിൽ എല്ലാവരും സിഗരറ്റും ബീഡിയും എല്ലാം സറണ്ടർ ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. വീണ്ടും അച്ഛൻ പറയുന്നു, നിങ്ങൾക്ക് ഹോളി സ്പിരിറ്റിൻ്റെ ആ ഒരു അനുഭവം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങളിലുള്ള ജാതകം, നക്ഷത്രം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ആ വിചാരത്തിൽ പോലും ഉണ്ടെങ്കിൽ അതെല്ലാം സമർപ്പിക്കണമെന്ന്. ഞാൻ വിചാരിച്ചു ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം. പെട്ടെന്നാണ് ഞാനൊരു കാഴ്ച കാണുന്നത്, എൻ്റെ മുകളിൽ കൂടെ ഒരു അഗ്നിജാല കൂടി വന്നിട്ട് അതിൽ കൂടെ ഒരു കയ്യിൽ കൂടെ ബ്ലഡ് ചൊട്ടുന്ന ഭാഗമാണ് ഞാൻ കണ്ടത്. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ എന്നെ തന്നെ മറന്നു പോകുന്ന ഒരവസരം, ഒരു ഷോക്കടിക്കുന്ന ഒരവസരം, എന്താണെന്ന് അറിയില്ല. ഭയങ്കരമായിട്ടുള്ള ഒരു ഷോക്കിംഗ് അനുഭവമാണ് എനിക്ക് കിട്ടിയത്. കണ്ണു തുറക്കാൻ സാധിക്കുന്നില്ല. അടുത്തുള്ള ആളെ ഞാൻ തൊടാൻ ശ്രമിക്കുന്നു, അപ്പോഴും എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. പെട്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തോ എന്നിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്, എന്നിൽ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നത്, എന്നിലുള്ള എല്ലാ കാര്യങ്ങളും മറന്നു പോകുന്ന ഒരവസ്ഥ. ഞാൻ വീണ്ടും കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു രാവിലെ എണീറ്റ് 3 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ നല്ല വെള്ളത്തുള്ളികൾ, മഞ്ഞുതുള്ളികൾ ഇറങ്ങി വരുന്നത് പോലെ മഞ്ഞ് പിടിച്ചിട്ടുള്ള നല്ല നല്ല കാഴ്ചകളാണ്. അതിലെനിക്ക് അനുഭവപ്പെടുന്നത് എന്തെന്നില്ലാത്ത സ്നേഹമെന്ന് പറയാം, അല്ലെങ്കിൽ എന്താണെന്നറിയില്ല, ഒരുപാട് ഉള്ളിൽ സുഖം കിട്ടി. പെട്ടെന്നാണ് എനിക്കറിയില്ല എൻ്റെ വായിൽ നിന്ന് യേശുവേ എന്നുള്ളൊരു വിളി വരുന്നത്. അത് യേശുനാഥനോടാണോ ഞാൻ വിളിച്ചതെന്ന് എനിക്കറിയാൻ പാടില്ല. അങ്ങനെ ഞാൻ എൻ്റെ ഉള്ളിൽ കൂടെ ഒരു പുതിയ സൃഷ്ടിയായി മാറി. എന്തെന്നില്ലാത്ത ഒരു സ്പിരിറ്റ് വന്നതുപോലെ. അത് ഹോളി സ്പിരിറ്റാണെന്ന് അവർ പറഞ്ഞാലും അന്ന് എനിക്കത്ര മനസ്സിലായില്ല. ഞാൻ ഒരുപാട് ജീവിതത്തിൽ സന്തോഷിച്ചുമായിരുന്ന
ഒരു ദിവസമായിരുന്നു അന്ന്. ആ ദിവസത്തിൽ തന്നെ, ആ നിമിഷത്തിൽ തന്നെ ഞാൻ തീരുമാനിക്കുകയാണെന്ന്, ഇത് എൻ്റെ ദൈവമാണ്. ഇനി യേശുവല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒരു ദൈവവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ള ഒരു തീരുമാനത്തോട് കൂടി തന്നെ 1996 മാസം ഡിസംബർ മാസത്തിൽ ആദ്യത്തെ ആഴ്ചയിൽ ആരുമില്ലായിരുന്നു ഡിവൈനിൽ. ആ സമയം രാവിലെ 3 മണിക്ക് എൻ്റെ യേശുവിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ എനിക്കറിയുന്നത് പോലെ കരഞ്ഞ് പ്രാർത്ഥിക്കുകയായി. കർത്താവേ, എനിക്ക് നിൻ്റെ തിരുശരീരവും തിരുരക്തവും ഭക്ഷിക്കണം. ഇതാരും കേട്ടിട്ടില്ല, നീയും ഞാനും മാത്രമേ കേട്ടിട്ടുള്ളൂ. മനസ്സുകൊണ്ട് ഞാൻ യേശുവിൻ്റെ രൂപത്തിൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അത് പറഞ്ഞ് ഒരു നിമിഷം കഴിഞ്ഞ ഉടനെ എൻ്റെ ഉള്ളിൽ ആരോ പറഞ്ഞു തരുന്നത് പോലെ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 59-ാം അധ്യായം 1-ാം തിരുവചനം, രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം എൻ്റെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. ഇത് കേട്ടപാടെ ഞാൻ വിചാരിച്ചു, ഇതാരും കേട്ടിട്ടില്ല കർത്താവേ, ഞാനും കർത്താവ് മാത്രമേ ആയിട്ടുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഞാനത് പൂർണ്ണമായി വിശ്വസിച്ചു. കർത്താവ് ഇത് കേട്ടിട്ടുണ്ട് എന്ന് വിശ്വസിച്ചു. യേശു സൗഖ്യദായകനാണെന്ന് അനുഭവിച്ചറിഞ്ഞ പല നിമിഷങ്ങളുണ്ടായിട്ടുണ്ടെന്ന് സ്നേഹ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആ അനുഭവം ഒന്ന് പറയാമോ? സ്നേഹസ്വരൂപനായ നമ്മുടെ ഈശോ സൗഖ്യദായകനാണെന്ന് ഒരുപാട് അനുഭവങ്ങൾ തന്നിട്ടുണ്ട്. അതിലാദ്യമുണ്ടായത് എൻ്റെ കുടുംബത്തിൽ തന്നെയാണ്. എൻ്റെ അച്ഛൻ ആ ഇടയ്ക്ക് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വളരെ ക്രിട്ടിക്കലായിട്ട് ICUയിൽ കിടക്കുകയുണ്ടായി നാട്ടിൽ. ഞാൻ ഇവിടുന്ന് പോയത് തനിച്ചല്ലായിരുന്നു. എൻ്റെ കൂടെ ഈശോ ഉണ്ട്, മാതാവുണ്ട്. പള്ളിയിൽ നിന്നുള്ള ഹോളി വാട്ടർ എടുത്തിട്ട് വളരെ ഭക്തിയോടുകൂടി എൻ്റെ ഈശോ കൂടെ തന്നെ ഉണ്ടെന്നുള്ള ഒരു ബോധ്യത്തോട് ഉറപ്പോടുകൂടി തന്നെയാണ് ഞാൻ ചെന്ന് കാണാൻ പോയത്. അൺകോൺഷ്യസ് ആയിരുന്നു അച്ഛൻ. ICUയിൽ കിടക്കാൻ അവർ സമ്മതിച്ചിരുന്നില്ല. ഞാൻ പെർമിഷൻ എടുത്ത് ചോദിച്ചു പോയി. ദൂരത്തുനിന്ന് വന്നതാണെന്ന് പറയുമ്പോൾ കിടത്തി വിട്ടു. ഭയങ്കര വിഷമം ഉണ്ടാക്കുന്നൊരു കാഴ്ചയായിരുന്നു അത്. ഞാൻ കർത്താവിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവും കൂടിയാണെന്ന് എൻ്റെ ഈശോ എനിക്ക് ബോധ്യം തന്നു. ഞാൻ ഈ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ നാവ് നീട്ടാമോ എന്ന്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു NPO ആണ്, സെഡേറ്റഡ് ആണെന്ന്. എൻ്റെ ശബ്ദം കേട്ട ഉടനെ മകളാണ്, അച്ഛന് മനസ്സിലായി ഞാൻ വന്നിട്ടുണ്ടെന്ന്. നാവ് നീട്ടിയപ്പോൾ ഈ ഹോളി വാട്ടർ ഞാൻ ഈശോയുടെ കുരിശ് കൊന്തയിൽ തൊട്ടിട്ട് അച്ഛൻ്റെ നാവിൽ 3 പ്രാവശ്യം കുരിശ് വരച്ചു കൊടുത്തു. നെറ്റിയിൽ കുരിശ് വരച്ചു. അപ്പോൾ അച്ഛൻ എന്നിട്ട് നാവ് നീട്ടിയപ്പോൾ വീണ്ടും ഹോളി വാട്ടർ ഞാൻ അച്ഛൻ്റെ നാവിൽ കൊടുക്കുമായിരുന്നു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഇത് NPO ആണെന്ന്. ഞാൻ ഒന്നും പറഞ്ഞില്ല. അച്ഛനോട് വീണ്ടും കയ്യിൽ പിടിച്ച് പറഞ്ഞു, ഞാൻ ഇവിടെ തന്നെ ഉണ്ട് അച്ഛ, പ്രാർത്ഥിക്കുന്നുണ്ട്, ഈശോ സുഖപ്പെടുത്തുമെന്ന് പറഞ്ഞു. അച്ഛൻ അപ്പം തന്നെ ഇങ്ങനെ തലയാട്ടിക്കുന്നു, കണ്ണിങ്ങനെ അടയ്ക്കുകയുണ്ടായി. അത്ഭുതമെന്ന് പറയട്ടെ, ക്രിട്ടിക്കലാണ്, ഹോപ്പ്ലെസ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പറയാണ് രാമചന്ദ്രൻ്റെ ഫാമിലി ഇവിടെ ഉണ്ടോയെന്ന്. ഞങ്ങൾ പേടിച്ചു. പക്ഷേ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഈശോ സുഖപ്പെടുത്തിയിട്ടുണ്ടെന്ന്. ഡോക്ടർ പറഞ്ഞു റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോവുകയാണെന്ന്. എൻ്റെ ഈശോ കൊടുത്ത സൗഖ്യമാണെന്ന് എനിക്ക് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ആദ്യത്തെ എൻ്റെ അനുഭവമായിരുന്നു അത്. അതേപോലെ തന്നെ എൻ്റെ ജീവിത പങ്കാളിയുടെ ജീവിതത്തിലും ഈശോ സൗഖ്യം കൊടുത്തൊരു അനുഭവമുണ്ട്. അതെൻ്റെ ഏട്ടൻ തന്നെ പറയും. എനിക്ക് ഒരു ദിവസം ചെവി വേദന വന്നു, ഭീകരമായ വേദന. മുഖമൊക്കെ നീര് വന്നിട്ട് പല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആർക്കും ഒന്നും ശരിക്കും ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയില്ല. ആ വേദന വന്നപ്പോൾ ഞാൻ സത്യത്തിൽ മരിച്ചു പോകണം, എന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് കൊണ്ടുപോകണമെന്ന് എൻ്റെ മനസ്സുകൊണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈശോൻ്റെ കൈ വെച്ചിട്ട് ആണിയടിക്കുന്ന ഒരു ഭാഗം ഞാൻ കാണാനിടയുണ്ടായത്. ഈശോ അനുഭവിക്കുന്നത് ആ ഒരു വേദന എനിക്ക് ചെറിയൊരു വേദന വന്നപ്പോൾ അനുഭവിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞ് നിൽക്കുമ്പോഴാണ് ഞാൻ വീട്ടിലേക്ക് എന്നെ കൊണ്ടുവരുന്നത്. ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരുമ്പോഴാണ് ഈശോ എത്രയോ വലിയ വൈദ്യനാണ്. ആ ദൈവം തന്നെ ഒരു ജീവിത പങ്കാളിയെ ഡോക്ടറാക്കി എനിക്ക് അയച്ചിരിക്കുകയാണ്. ഏട്ടന് ആക്ച്വലി ഫേഷ്യൽ പൾസി ആയിരുന്നു. ഭയങ്കര സിവിയർ ന്യൂറോളജിക് പെയിനും ഉണ്ടായിരുന്നു. മരുന്ന് കഴിക്കുമ്പോൾ ഒരു റിലീഫ്, അത് കഴിഞ്ഞില്ല. ഭയങ്കരമായിട്ട് വേദന കൊണ്ട് പൊളയുന്നൊരവസ്ഥയായിരുന്നു. അതിന് മുമ്പ് ഞങ്ങളുടെ അടുത്തൊരു ഡോക്ടർ, ഞങ്ങളുടെ കാണിച്ചിരുന്ന ഡോക്ടർ ഒരു കോഴ്സ് ആൻറ്റിബയോട്ടിക്സും സ്റ്റീറോയിഡ്സൊക്കെ ഒരു കോഴ്സ് മരുന്ന് തന്നിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഭേദം ഉണ്ടായിരുന്നു. വീണ്ടും തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ വീണ്ടും വിദഗ്ധമായിട്ട് അഭിപ്രായം ചോദിക്കാൻ പോയത്. അപ്പോൾ ഞാനിങ്ങനെ ഈശോയോട് പ്രാർത്ഥിച്ചു, ഈശോ ഞാനിനി എന്ത് ചെയ്യണം, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എൻ്റെ ഭർത്താവിൻ്റെ വേദന നീ കാണുന്നില്ലേ എന്ന് ചോദിച്ചിട്ട് ആകെ വിഷമിച്ച് ഞാൻ കരഞ്ഞുകൊണ്ട് ഈശോയോട് ചോദിക്കുമായിരുന്നു.
അപ്പോൾ ഈശോ എനിക്ക് മറുപടി തന്നത് ഇങ്ങനെയാണ്: നീ കൊടുത്ത മരുന്ന് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ. ഞാൻ ആ ഡോക്ടറെ വിളിച്ച് ചോദിച്ചു. പറഞ്ഞു ഇപ്പോൾ ചെയ്യാൻ കാര്യം ഇപ്പോൾ യൂസ് ഇല്ല, പിന്നീട് ചെയ്യാൻ പറ്റുള്ളൂ, 2 ആഴ്ചയെങ്കിലും എടുക്കണമെന്ന് പറഞ്ഞു. പക്ഷെ എന്നോട് പറഞ്ഞത് കർത്താവായതുകൊണ്ട് ഞങ്ങൾ വെളിയിൽ നിന്ന് മരുന്ന് വാങ്ങിച്ചു. അത് വീണ്ടും ആ മരുന്ന് സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ 2 കോഴ്സിൽ തന്നെ, ആ 2 ഇഞ്ചക്ഷൻ എടുത്ത് തന്നെ ബെറ്ററായി തുടങ്ങി. ഈശോ പറഞ്ഞ കോഴ്സെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രീവിയസ് സെയിം കോഴ്സ് തന്നെ കംപ്ലീറ്റ് ചെയ്തു. അതോടുകൂടി ആ വേദനയും ഒരു ടൈറ്റ്നസ് ഓഫ് പാൽസി, ഫേഷ്യൽ പാൽസിയുടെ ഒരു ടൈറ്റ്നസ്സൊക്കെ നല്ല ലൂസാവുകയും അങ്ങനെ ഭേദപ്പെട്ട് വരികയും ചെയ്തു. അത് ജീവിതത്തിൽ ഈശോ സൗഖ്യദായകനാണ് ഞങ്ങൾ 2 പേരും അനുഭവിച്ചറിഞ്ഞ അടുത്ത നിമിഷങ്ങളായിരുന്നു അത്. സ്നേഹ റാസൽ ഖൈമയിലെ നഴ്സസ് മിനിസ്ട്രി കൂട്ടായ്മയിലെ ഒരംഗമാണല്ലോ. ഈ കൂട്ടായ്മയിൽ വന്നതിന് ശേഷം പ്രൊഫഷണൽ മേഖലയിലുണ്ടായ അനുഭവങ്ങൾ ഒന്ന് പറയാമോ? നഴ്സിംഗ് ഒരു പ്രൊഫഷൻ മാത്രമല്ല, അതൊരു ദൈവിക ശുശ്രൂഷ കൂടെയാണ്. നിയമാവർത്തന പുസ്തകം 31:8 പ്രകാരം പറയുന്നു: കർത്താവാണ് നിൻ്റെ മുമ്പിൽ പോകുന്നത്, അവിടുന്ന് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഈ വചനം എന്നെ ശക്തിപ്പെടുത്തി. എനിക്കുറപ്പായിരുന്നു ഞാൻ ജോലിക്ക് പോകുമ്പോൾ എന്നെക്കാളും മുന്നേ ഈശോ അവിടെ കടന്ന് ഞാൻ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിരിക്കുമെന്ന്. ഹോസ്പിറ്റലിൽ കയറുമ്പോൾ തന്നെ ഞാൻ അവിടെയുള്ള എല്ലാ രോഗികൾ, സഹപ്രവർത്തകർ, ഇവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ച് അവരെ ഈശോയുടെ രക്തത്തിലും നാമത്തിലും സമർപ്പിച്ചുകൊണ്ട് കയറിപ്പോകുന്നു. ഞാൻ കുട്ടികളുടെ വാർഡിലാണ് ജോലി ചെയ്യുന്നത്. ആ ഓരോ കുട്ടികളെയും അസൈൻ ചെയ്തതാണെങ്കിലും അല്ലാത്തതാണെങ്കിലും അതിനൊരു ചാൻസ് ഒരുക്കി കുട്ടികളെല്ലാം ഈശോയുടെ നാമത്തിലും രക്തത്തിലും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു ഉൾക്കാഴ്ച എനിക്ക് കൂടുതൽ കിട്ടാൻ തുടങ്ങിയത് നഴ്സസ് മിനിസ്ട്രിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോഴാണ്. ജീവിതത്തിൽ ഇത്രയേറെ അനുഭവങ്ങളിലൂടെ യേശുവിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞ നിങ്ങൾക്ക് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഒരുപാട് ദൈവാനുഭവം ദൈവം ഞങ്ങൾക്ക് തരുന്നുണ്ട്. ആത്മീയ സന്തോഷം അനുഭവിക്കുവാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകമായി തിരുവചനത്തിൽ കൂടിയാണ് ദൈവം ഞങ്ങളോട് സംസാരിക്കുന്നത്. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം തിരുവചനം: ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിൻ്റെ അധരത്തിലുണ്ടായിരിക്കണം, അതിലെഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം, അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം, അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും. യേശുവിൻ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഒരുപാട് ധ്യാനങ്ങൾ കൂടാറുണ്ട്, ഒരുപാട് വചനം കേൾക്കാറുണ്ട്. എന്നാൽ ആരും വചനം വായിക്കാൻ മുന്നോട്ട് വരാറില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം ഐശ്വര്യവും അഭിവൃദ്ധിയും പ്രാപിക്കുന്നത് ഊർജ്ജസ്വലമായ കർത്താവിൻ്റെ വചനം വായിക്കുമ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, വചനം എല്ലാ ദിവസവും വായിക്കണം, വചനത്താൽ നിറയണം, വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അതുപോലെ ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നും എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. അപ്പോസ്തല പ്രവർത്തനം 4:12: ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല, യേശുനാമം മാത്രം. വളരെ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ യേശുനാമത്തിൻ്റെ ശക്തി അനുഭവിച്ചറിഞ്ഞ ഒരു കുടുംബത്തെയാണ് നാം ഇന്നിവിടെ പരിചയപ്പെട്ടത്. ദൈവവചനത്തിൽ ആഴപ്പെട്ട് ജീവിക്കുവാൻ ഇവരുടെ അനുഭവങ്ങൾ നമ്മളുടെ ജീവിതത്തിലും പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3:16 നാം ഇപ്രകാരം വായിക്കുന്നു: എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി ദൈവം തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഈ ലോകത്തിലുള്ള സകല മനുഷ്യരിലും ഈശോ നിറഞ്ഞു നിൽപ്പുണ്ട്. ഈശോയുടെ രക്ഷയും സ്നേഹവും ഒക്കെ തിരിച്ചറിഞ്ഞ ഈ കുടുംബത്തെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. പ്രിയമുള്ളവരെ, വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:35 നാം ഇപ്രകാരം വായിക്കുന്നില്ലേ: ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? നമ്മുടെ ഈ ഒരു പുതിയ വർഷത്തിൽ നമ്മുടെ ശുശ്രൂഷാ ജീവിതത്തിൽ നിന്നും കുടുംബജീവിതത്തിൽ നിന്നുമൊക്കെ ധാരാളം സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. പക്ഷേ അതെല്ലാം ഈശോയിലേക്ക് എത്തിച്ചേരുവാനായിട്ടുള്ള വിശുദ്ധിയുടെ പടവുകളായി നമുക്ക് സ്വീകരിക്കാം. അതിനായി എല്ലാവരെയും ഈശോ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം.
ഓരോ നേഴ്സും ഒരു വിശുദ്ധനാവട്ടെ, ഒരു വിശുദ്ധയാവട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.